ദൈവനാമത്തിന് മഹത്വം. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ പരിശുദ്ധ നോമ്പിന്റെ കാലയളവിലൂടെ അനുദിന വിചിന്തനങ്ങളിലൂടെ നാം കടന്നു പോവുകയായിരുന്നു. പ്രാർത്ഥനാനുഭവത്തെ പറ്റിയുള്ള നോമ്പിലെ രണ്ടാമത്തെ ഘടകമായ പ്രാർത്ഥനാനുഭവത്തെ പറ്റി വിചിന്തനം ചെയ്യുകയായിരുന്നു. ഏതാനും എപ്പിസോഡുകൾ പ്രാർത്ഥനയെപ്പറ്റി സംസാരിച്ചു. പ്രാർത്ഥനയിലെ ജ്ഞാനമാർഗം, ഭക്തിമാർഗം, ഇവയെപ്പറ്റി നാം സംസാരിച്ചു. ഈ വചനമെല്ലാം നൽകപ്പെടുന്നത് നമ്മെ കൂടുതൽ ആത്മശക്തിയുള്ളവരാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ്. രാവിലെ എഴുന്നേറ്റ് വചനം കേട്ട് ആത്മാവിൽ ശക്തരായി എൻ്റെ കൂടെ യേശുണ്ട്, ഞാൻ യേശുവോടൊപ്പമാണ്, ഞാനതുകൊണ്ട് ഭയപ്പെടുകയില്ല, ചഞ്ചല ചിത്തനാവുകയില്ല, ചഞ്ചല ചിത്തയാവുകയില്ല എന്ന ഉത്ബോധത്തോടുകൂടി ഈശോയോടൊപ്പം നമ്മുടെ പ്രവൃത്തികൾ നിർവഹിക്കുക. പ്രവൃത്തി കൂടാതെ വിശ്വസിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. കർമ്മമാർഗം പ്രവൃത്തിയിൽ അധിഷ്ഠിതമാണ്. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ വേദപുസ്തകത്തിൽ യാക്കോബിന്റെ ലേഖനത്തിൽ 2-ാം അധ്യായം 41-ാം തിരുവചനം പറയുന്നത്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം മൃതമാണ്. പ്രവൃത്തി കൂടാതെ ആർക്കും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 7:21 പറയുന്നത്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഒരുവനുമല്ല ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക, മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവൻ. നിറവേറ്റുക എന്ന് പറയുമ്പോൾ ഹിതം കേട്ടിട്ട് അടങ്ങിയിരിക്കുകയല്ല, അതനുസരിച്ച് പ്രവർത്തിക്കുക. പ്രവർത്തനം വളരെ ശ്രേഷ്ഠമാണ്. ദൈവം ഉള്ളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നാം അടങ്ങിയിരിക്കുകയില്ല. മാലാഖ മറിയത്തോട് പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് വാർദ്ധക്യത്തിൽ പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഇത് കേട്ടപാട് പരിശുദ്ധ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് തീവ്രമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്ത് യൂദയായിലെ മലമ്പ്രദേശത്ത് തൻ്റെ സഹോദരി പാർക്കുന്നിടത്ത് ചെന്ന് സഹോദരിയായ എലിസബത്തിനോടൊപ്പം താമസിച്ച് അവൾക്ക് വേണ്ടുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്തു കൊടുത്തു. ഒരു ഗർഭിണിയായ സ്ത്രീക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവൾക്ക് പകരക്കാരിയായി ദൈവത്തിൻ്റെ ദാസിയായവൾ അവളോടൊപ്പമായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹ ശുശ്രൂഷ എലിസബത്തിന് പരിശുദ്ധ മറിയം ചെയ്തു കൊടുത്തു. 3 മാസത്തോളം അവളോടൊപ്പം വീട്ടിൽ താമസിച്ചു. കർമ്മപുണ്യം വലുതാണ്. ഈ ലോകത്തിൽ നാം ചെയ്യുന്ന കർമ്മം, അതിൻ്റെ ഫലം നന്മയെങ്കിൽ നാം നന്മ പ്രാപിക്കും, തിന്മയെങ്കിൽ തിന്മയുടെ ഫലം നാം സ്വീകരിക്കും. നന്മ ചെയ്യുക, പ്രവൃത്തി എന്തുമായിക്കൊള്ളട്ടെ, നന്മയുടെ പ്രവൃത്തികൾ ചെയ്യുക. ദുഷ്ടപ്രവൃത്തികൾ പാടില്ല. നല്ല പ്രവൃത്തികൾ നല്ല നിയോഗത്തോടു കൂടി ചെയ്യുവാൻ, അത് ദൈവത്തിൻ്റെ നിയോഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ കർമ്മമാർഗം അനുഗ്രഹീതമായിരിക്കും. കർമ്മത്തോടൊപ്പം തന്നെ നാം ചെയ്യുന്ന കർമ്മം, അതിൻ്റെ മാർഗം സംശുദ്ധമായിരിക്കണം. ഏതെങ്കിലും രീതിയിൽ കർമ്മം നിർവഹിക്കുന്നത് കൊണ്ട് കാര്യമില്ല. സംശുദ്ധമായ ധർമ്മമാണ് കർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നത്. ധർമ്മം ശരണം ഗച്ഛാമി. അപ്പോൾ ധർമ്മം നിറവേറ്റപ്പെടുന്ന മേഖലയാണ് കർമ്മമേഖല. ധർമ്മം എവിടെ? ധർമ്മം ഇന്ന് ആവശ്യമാണ്. ധർമ്മമേഖല ശാക്തീകരിക്കപ്പെടുന്നത് നമ്മുടെ കർമ്മത്തിലൂടെയാണ്. അതുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ട് ശ്രേഷ്ഠരായി നമുക്ക് മാറാൻ സാധിക്കും. വേദപുസ്തകത്തിലുടനീളം അബ്രഹാം കർമ്മത്തിലൂടെയാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തിയത്. അവൻ കർത്താവിൽ വിശ്വസിച്ചു. അവൻ്റെ ഏകജാതനെ ബലിയർപ്പിക്കുവാൻ, ആ കർമ്മം നിർവഹിക്കുവാൻ അവൻ തീരുമാനമായി. മോശ ദൈവം പറഞ്ഞ കർമ്മങ്ങളെല്ലാം നിവർത്തിച്ചു. അവൻ ഫറവോയുടെ അടുക്കൽ ചെന്ന് 10 ബാധകൾ പ്രവർത്തിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി കർമ്മം പ്രവർത്തിക്കുക.
കർമ്മം ചെയ്യുക. കർമ്മം ചെയ്ത് പുണ്യവാനും പുണ്യവതിയുമായി തീരുക. അത് പ്രാർത്ഥനയാണ്. നല്ല നിയോഗത്തോടുകൂടി ചെയ്യുന്ന കർമ്മമെല്ലാം പ്രാർത്ഥനയാണ്. അധമ വികാരങ്ങളോടും വിചാരങ്ങളോടും കൂടി ചെയ്യുന്നതെല്ലാം കർമ്മമല്ല, അത് തിന്മയാണ്, അനീതിയാണ്, അക്രമമാണ്, അരാജകത്വമാണ്, പിശാചാണ്. അതുകൊണ്ട് കർമ്മമാർഗത്തിൽ നമുക്ക് വിജയിക്കുവാൻ പരിശ്രമിക്കാം. നമ്മുടെ പ്രാർത്ഥനാനുഭവത്തെ കൂടുതൽ ശാക്തീകരിക്കുവാൻ നമ്മുടെ ജീവിത പ്രയത്നങ്ങൾ, കർമ്മങ്ങൾ, കർമ്മമാർഗം നമ്മെ കൂടുതൽ സംശുദ്ധീകരിക്കട്ടെ. ആമേൻ.